റംബൂട്ടാൻ ഫെസ്റ്റും മാമ്പഴം മേളയും ഒരുക്കി തലസ്ഥാന നഗരി. കേരളത്തിലെ ആദ്യത്തെ റംബൂട്ടാൻ ഫെസ്റ്റിനാണ് അനന്തപുരി വേദിയാകുന്നതെന്ന് സംഘാടകർ അവകാശപ്പെടുന്നു. പുത്തരിക്കണ്ടം മൈതാനത്തെ നായനാർ പാർക്കിൽ ജൂലൈ 3-ന് ആരംഭിച്ച ഫെസ്റ്റ് 14-നാണ് അവസാനിക്കുന്നത്. മലേഷ്യൻ ബഡ്, റംബൂട്ടാൻ നാടൻ വരിക്ക, നാടൻ കൂഴ, NAT, യെല്ലോ വരിക്ക, യെല്ലോ കൂഴ തുടങ്ങി 3 രാജ്യങ്ങളിൽ നിന്നുള്ള 15 തരത്തിലേറെ റംബൂട്ടാന്റെ വിപുലമായ ശേഖരമാണ്. നമ്മുടെ രാജ്യത്ത് ഭാരതത്തിൽ ആദ്യമായി, അതും കേരളത്തിൽ തിരുവനന്തപുരം അനന്തപുരിയുടെ തിരുമുറ്റത്ത് റംബൂട്ടാൻ ഫെസ്റ്റിവൽ എന്നുള്ളൊരു പരിപാടി ആദ്യമായി നടക്കുന്നു. അത് കാണാനായി ജനങ്ങൾ തിക്കും തിരക്കുമായി കാണാം. ഈ റംബൂട്ടാന് വേണ്ടിയാണ് ജനങ്ങൾ വരുന്നത്. കാണാത്തതും കണ്ടതുമായ അനേക മധുരങ്ങൾ നുണയാനും അത് ആസ്വദിക്കാനുമായി എല്ലാവരും വരുന്നുണ്ട്. ഇനിയും ഇതുപോലെയുള്ള പരിപാടികൾ തുടരട്ടെ, കർഷകർ രക്ഷപ്പെടട്ടെ. റംബൂട്ടാൻ്റെ കർഷകരെ രക്ഷിക്കുക എന്നുള്ള ഒറ്റ മാർഗത്തോടു കൂടിയാണ് ഈ പരിപാടി തുടങ്ങിയത്. മധുരം നുകർന്ന് രുചി നോക്കി പ്രിയപ്പെട്ടതൊക്കെ തിരഞ്ഞെടുക്കുന്നതിൽ കുരുന്നുകളും മുതിർന്നവരും ഒക്കെയുണ്ട്. മൽഗോവ, നീലം, അൽഫോൻസ്, ബംഗാനപ്പള്ളി തുടങ്ങി 100-ലധികം മാമ്പഴങ്ങൾ. പേരിൽ ഭീകരനാണെങ്കിലും കാഴ്ചയ്ക്ക് സുന്ദരനായ ഡ്രാഗൺ ഫ്രൂട്ട്. മേളയുടെ അഴകും ആകർഷണവുമാകുന്നവർ നിരവധി. നല്ല തന്നെ ഫ്രൂട്ടുകളെ എല്ലാം അമ്മ വാങ്ങിച്ചു. ഞാനും തിന്നും, എല്ലാവരും തിന്നും. മേളയല്ലേ, ചില കലാകാരന്മാരെയും കണ്ടുമുട്ടാം ഇവിടെ. രാവിലെ 11 മണി മുതൽ രാത്രി 9 മണി വരെയാണ് സന്ദർശന സമയം. ഓരോ ദിവസം കഴിയുന്തോറും സന്ദർശകരുടെ എണ്ണത്തിലും വർധനവുണ്ടാകുന്നുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.